ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ കോവയ്ക്ക പുളിയച്ചാറാണ്. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുളിയച്ചാർ ഉണ്ടല്ലോ, ചൂട് ചോറിലൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. കോവയ്ക്കൊക്കെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കൂടി ഉണ്ടല്ലോ, ഇങ്ങനൊരു കറി ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായും നിങ്ങൾ കോവയ്ക്ക ലവറായി മാറും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി. നല്ല ചൊടിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ കോവയ്ക്ക കൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അറിയണ്ടേ കൂട്ടുകാരെ? അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കോവയ്ക്ക പുളിയച്ചാർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കോവയ്ക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതാ കോവയ്ക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും ഐറ്റംസ് വേണ്ടുള്ളൂ. നമുക്കിതിനെയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതാ എടുത്തു വെച്ച കോവയ്ക്കൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഞാൻ പഴുത്ത കോവയ്ക്കും അതുപോലെ തന്നെ പച്ചക്കോവയ്ക്കും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് കുറച്ച് വാളംപുളിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുക. നമ്മുടെ ഇത് സ്പെഷ്യലായിട്ടുള്ള കോവയ്ക്ക പുളി അച്ചാറാണ്. അപ്പോൾ വാളംപുളി നമുക്ക് കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ നോർമൽ കോവയ്ക്കൊക്കെ നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അച്ചാറൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ പുളിയൊക്കെ ഇട്ടിട്ടുള്ള പുളി അച്ചാറാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കോവയ്ക്കൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇത് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എല്ലാവരും കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സേഫായിട്ട് ചെയ്യാൻ നോക്കണേ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ഉണ്ടല്ലോ ചെറുതാക്കി കട്ട് ചെയ്തത്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴുത്ത കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ട കേട്ടോ. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. പഴുത്ത കോവയ്ക്ക കൊണ്ട് മാത്രം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടി ആണ് കായം ചേർക്കുന്നത്, അതുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഉലുവ ഇടുന്നതിന് മുൻപ് കായമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടിയാണ്.
നെക്സ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിക്കായം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതിയാവും. അല്ല നമ്മൾ കായം പീസായിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് എണ്ണ ഒഴിച്ച് ആ ഒരു ഉലുവയൊക്കെ ഇടുന്നതിന് മുൻപായിട്ട് അതിട്ടിട്ട് വറുക്കണം. അത്യാവശ്യം ഒരു പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാളംപുളിൻ്റെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ല തിക്കായിട്ടാണ് കേട്ടോ ഞാൻ വാളംപുളി വെള്ളം കലക്കിയിരിക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ എടുക്കരുത്, കുറച്ച് വെള്ളം തിക്കായിട്ട് പുളി വെള്ളം കലക്കിയെടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഒരച്ച് വെല്ലമാണ് കേട്ടോ. അതാ ഒരച്ച് വെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത വെല്ലമൊക്കെ ഇതാ അലിഞ്ഞിട്ടുണ്ട്. ഇതാ ചെറിയൊരു പീസ് മാത്രം ഇപ്പോൾ വെല്ലം ബാക്കിയുള്ളൂ. ഇതാ കണ്ടില്ലേ, മുഴുവനായിട്ട് അലിഞ്ഞിട്ട് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. സ്പെഷ്യൽ കോവയ്ക്ക പുളി അച്ചാറാണ്. അപ്പോൾ വെല്ലമൊക്കെ നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം, ഫുള്ളായിട്ട് അലിയണം. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പോരാത്ത ഉപ്പൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വെല്ലമൊന്ന് അലിയണ വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ സ്പെഷ്യൽ കോവയ്ക്ക പുളിയച്ചാറൊക്കെ ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുത്ത വെല്ലമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്താ കണ്ടില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഇതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ നമുക്ക് ഈ ഒരു കോവയ്ക്ക കൊണ്ട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ കോവയ്ക്ക പുളിയച്ചാർ ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്താലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ കോവയ്ക്ക പുളിയച്ചാർ അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മളിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കോവയ്ക്ക് ഇഷ്ടമല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ കൂടി ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.